ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു ബനാന സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ബനാന സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് നേന്ത്രപ്പഴമാണ്. ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ളൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് ആവിയിലൊന്ന് പെട്ടെന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ പേരിലാണ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആവി ചെമ്പിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം എല്ലാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരികയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ തട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഓരോ പഴമായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ആവി വന്നതിന് ശേഷം പിന്നെ ഒരു 3-4 മിനിറ്റ് മാത്രം നമ്മളിത് ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ്, അത്രയും സമയം കൊണ്ട് തന്നെ ഈ പഴം എല്ലാം നന്നായിട്ട് വെന്തിട്ട് കിട്ടും. എന്നാൽ ശരി, അത്രയും സമയം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നന്നായിട്ട് നമ്മുടെ പഴം എല്ലാം വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം എടുത്ത് ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. പഴത്തൊലി എല്ലാം മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് അവലും കൂടിയാണ്. ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ ഞാനിപ്പോൾ അവലെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന അവൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ചേർക്കുന്നത്. അപ്പോഴത്തേക്ക് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അവൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കപ്പലണ്ടിയും കൂടിയാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ കപ്പലണ്ടി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. കപ്പലണ്ടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ശർക്കരയും കൂടിയാണ്. അപ്പോൾ ഇത് അധികം കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ തന്നെ ചേർക്കുന്നത്. കല്ലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ശർക്കര നമ്മൾ ചെറുതായിട്ടൊരല്പം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ശർക്കര പാനി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ കുറച്ച് ശർക്കരയും കൂടി ചേർക്കുകയാണ്. നമുക്ക് എത്രത്തോളമാണോ മധുരം ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഏലക്കാപ്പൊടിയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടേക്കണം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് പഴത്തിന് ചെറിയ ചൂടേ ഉണ്ടാകാൻ പാടുള്ളൂ. നല്ല ചൂടാണെങ്കിൽ നമുക്ക് കുഴക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഒരു സ്മാഷർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്യാനുള്ള ആ ഒരു രീതിയിലായിരിക്കും നമുക്കിത് കിട്ടുന്നത് ഇതുപോലെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ചെറിയൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ഇത് റോൾ ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ഷേപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഒരു കുട്ടി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോളിൻ്റെ ഷേപ്പിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഈസിയായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അത്രയും പഴത്തിൽ നിന്ന് നമുക്ക് ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇത് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം.
ഒരു ഫ്രൈയിങ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഉണ്ടാവും. ഫ്ലെയിം ചെറുതായിട്ടൊന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ നെയ്യെല്ലാം ഒന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മളിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഓരോ സ്നാക്കായിട്ട് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ പഴത്തിലൊക്കെ പല രീതിയിൽ നമ്മൾ സ്നാക്സ് തയ്യാറാക്കാറുണ്ട്, സ്വീറ്റ് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഓരോ രീതിയിലും തയ്യാറാക്കുമ്പോഴത്തേക്കും ഓരോ വ്യത്യസ്ത ടേസ്റ്റിലുള്ള നമ്മൾ സ്നാക്സും സ്വീറ്റും ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ ഒരു വ്യത്യസ്തമായ രുചിയിലുള്ളതായിരിക്കും ഉറപ്പായിട്ടും ഇതും. നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ള പഴം നന്നായിട്ട് വേവിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവിലും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് എടുത്ത കപ്പലണ്ടിയും വറുത്ത കപ്പലണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിൻ്റെ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് സമയത്ത് വേവിക്കേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ കളർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഈ ശർക്കര എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് ടേസ്റ്റാണ് ഉണ്ടാകുന്നത്. കുറച്ചുകൂടി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇനിയിപ്പോൾ ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിത് പഞ്ചസാരയിലും തയ്യാറാക്കാവുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതിലെ ആകെക്കൂടി 1 ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ 1 ടേബിൾ സ്പൂൺ നെയ്യും ഇപ്പോഴും അതിൽ തന്നെ അങ്ങനെയുണ്ട്. ഇതിലേക്ക് അധികം നെയ്യോ എണ്ണയൊന്നും വലിച്ചെടുക്കാത്ത ഒരു സ്നാക്കാണ്. അപ്പോൾ 2 സൈഡും നല്ലൊരു കളർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ friends.